നമസ്കാരം, ഹാപ്പി ട്രാവലിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് തന്നെ ആയിരിക്കുമല്ലോ ഞാൻ സ്വാഭാവികമായിട്ടും വരിക. ബട്ട് ഇന്നത്തെ വീഡിയോ ഇച്ചിരി സ്പെഷ്യലാണ്. വേറൊന്നുമല്ല, നമ്മുടെ കോഴിക്കോട് ജില്ലയിലുള്ളവർക്ക് അല്ലെങ്കിൽ കോഴിക്കോടുള്ളവർക്ക് വെറും ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു രാവിലെ പോയി വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും എത്താൻ പാകത്തിന് പോയി വരാവുന്ന ഒരു അടിപൊളി റൂട്ട്, അതും കാടും മലയൊക്കെ കയറി തമിഴ്നാടൊക്കെ പോയി വരാവുന്ന ഒരു അടിപൊളി റൂട്ട്. ചിലവാണെങ്കിൽ വളരെ കുറവാണ് താനും. ഇപ്പോൾ ബൈക്കൊക്കെ എടുത്ത് വേണമെങ്കിൽ ഒരു 500 രൂപയ്ക്കൊക്കെ പെട്രോൾ അടിച്ചാൽ ഡിപ്പെൻസ് ഓൺ ദ മൈലേജ്, എന്നാലും ആവറേജ് ഒരു മൈലേജ് വരുന്ന ബൈക്കാണെങ്കിൽ ഒരു 500 രൂപയ്ക്ക് പെട്രോൾ അടിച്ചാൽ സുഖമായിട്ട് പോയി വരാവുന്നൊരു അടിപൊളി റൂട്ടാണ്. അപ്പോൾ ആ റൂട്ട് ഏതാണെന്നല്ലേ വീഡിയോ തുടർന്ന് കാണും, ആ റൂട്ടിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ ഹാപ്പി ട്രാവലിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമയം അപ്പോൾ 4:45, പറഞ്ഞതിൽ 15 മിനിറ്റ് ലേറ്റായിട്ട് നമ്മൾ ഇറങ്ങുകയാണ്. കൂട്ടുകാരനുണ്ട്, ശ്രീമോളുണ്ട്, പുറകിൽ ഇത് കീർത്തു ബേബ് ഉണ്ട്, കൂടെ നമുക്കേതായാലും അടിപൊളി മൂണും ഉണ്ട്. അപ്പോൾ നമുക്കേതായാലും പോവാം. ആ കൊച്ചുവെളുപ്പം പങ്കാലത്ത് ആ ചുരമൊക്കെ കയറി വന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ദൂരെ ചക്രവാളത്തിൽ ഓറഞ്ച് നിറം വന്നു തുടങ്ങി, സൂര്യനെ നിമിഷം അവിടെ ഉദിക്കാം. താഴെയാണെങ്കിൽ നമുക്കിത് അടിപൊളി ചെറിയൊരു കോടയൊക്കെ ഉണ്ട്, ഒരു മൂടലൊക്കെ ഉണ്ട്. എന്ത് രസമാണ് നോക്കി. അവിടെ നമുക്കൊരു ദൂരെ ഒരു പള്ളി എന്തോ കാണാം. അതെന്താണെന്ന് ഞാൻ കറക്റ്റ് ചെയ്യാൻ നോക്കിയിട്ട് പറഞ്ഞാലേ. സോ ദിസ് ഈസ് ശ്രീമോൾ. നമ്മുടെ വ്ളോഗിൽ ആദ്യമായിട്ടാണ്. നല്ലൊരു തുടക്കമാവട്ടെ, ഒരുപാട് വ്ളോഗുകളിൽ വരാൻ പറ്റട്ടെ. എൻ്റെ കൊലീഗാണ്. അപ്പോൾ വെൽക്കം ടു ഹാപ്പി ട്രാവലിംഗ്. എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയൂ, സപ്പോർട്ട് ചെയ്യാൻ പറയൂ. പിന്നെ കൂട്ടുകാരനെ ആസ് യൂഷ്വൽ അറിയാലോ, നമ്മുടെ സ്ഥിരം കുറ്റിയാണ്. ആൻഡ് കീർത്തു ബേബ് ഓൾ ദ വേ ഫ്രം കാസർഗോഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ദൂരെ നമുക്ക് ആ ഹിമഗിരികൾ മഞ്ഞാൽ മൂടപ്പെട്ട് കിടക്കുന്നത് കാണാം. ഇവിടെ അമ്പിളി അമ്മാവനുണ്ട്, സൂര്യനപ്പുറത്തുനിന്ന് വരാൻ പോകുന്നു. കൂട്ടുകാരൻ അതിൻ്റെ മനോഹരമായ ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ടിരിക്കുന്നു. നല്ലൊരു സുപ്രഭാതം. നീ എന്താ പറഞ്ഞ? മലകൾ നമ്മൾ ചുമ്മാ ഇങ്ങനെ എന്താ പറഞ്ഞ? എന്തേ ആ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. എന്ത് രസമാണ് നോക്കിയതാതെ ആ ഒരു മഞ്ഞിൻ്റെ മൂടലും. ഗൈസ്, ആ കാണുന്നത് നമ്മുടെ മർക്കസ് നോളജ് സിറ്റിയാണ്. അത് ഞാൻ കണ്ടുപിടിച്ചു. എന്ത് രസമാണ് നോക്കി. നമ്മളപ്പോൾ അത് ലക്കിടി വ്യൂ പോയിന്റിൻ്റെ അവിടെ എത്തിയത് കേട്ടോ. ഇവിടെ എത്തിയത് പെട്ടെന്ന് കോട വന്ന് ഫുൾ നല്ല തണുപ്പ്. പറയുമ്പോൾ മാർച്ച് മാസമാണ്, നല്ല സമ്മറാണ്. പക്ഷെ നോക്കി എൻ്റെ മോനെ, യെസ്. അപ്പോൾ ഈ ഒരു തണുപ്പത്ത് നമുക്ക് ആ ഒരു ക്ഷീണമൊക്കെ പോയി ഇത്രയും ദൂരം വണ്ടി ഓടിച്ചു വന്നതിൻ്റെ മൊത്തത്തിലൊരു ഫ്രഷ് ഫീലാണ്. കൂട്ടുകാർ എങ്ങനെ ഉണ്ട്? നടക്കുന്നില്ല ഗായ്സ്. ഇവരൊക്കെ നല്ല ഫുൾ സ്ലീവും നല്ല ജാക്കറ്റൊക്കെ ഇട്ട്, ഞാൻ മാത്രം ചൂടുകാലല്ലേ അവരുടെ ടീഷർട്ടൊക്കെ ഇട്ട് വന്നതാണ്. പക്ഷെ കുഴപ്പമില്ല, തണുപ്പല്ലേ, സഹിക്കാം. ഏറ്റവും സങ്കടകരമായ കാര്യമാണ് നിങ്ങൾ കാണുന്നത്. ഇത്രയും നല്ലൊരു വ്യൂ പോയിന്റിൽ താഴെ നോക്കി നിമിഷ നേരം കൊണ്ട് ഇവിടെ ഫുള്ള് കോടം മൂടിയൊക്കെ കേട്ടോ. എന്ത് രസം നോക്കി. അത് നല്ല ശക്തിയിൽ ഇങ്ങനെ കാറ്റടിച്ച് കൊണ്ടുപോകുന്നുള്ളത് ആ കോട. നമ്മളപ്പോൾ അതേ ചോരൊക്കെ കയറി വന്നു ചൂട് മാറ്റാൻ. നിങ്ങൾ വിചാരിക്കും ഇത് വെള്ളമടിക്കാൻ പോകുന്നത്, അല്ലാതെ നല്ല കട്ടൻ ചായയാണ്. നമ്മളത് തണുപ്പകറ്റാൻ കട്ടൻ അടിക്കാൻ പോകുന്നു. നമ്മളപ്പോൾ അതേ ആ ഒരു കട്ടനൊക്കെ അടിച്ച് ഫുൾ എനർജിയായി. അപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി വരണമെങ്കിൽ ടോwards കൽപ്പറ്റ സുൽത്താൻ ബത്തേരി പോവാണ്. അപ്പോൾ വഴിനീളം ഞാൻ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഏതായാലും കാണാം. നമ്മളപ്പോൾ അതേ ബത്തേരി ഫുഡ് അടിക്കാൻ കയറി. ഉടുപ്പി ഹോട്ടലിൽ കീർത്തു ബേബ് മസാല ദോശ, ഞാൻ മസാല ദോശ, ശ്രീമോള് മസാല ദോശ, കൂട്ടുകാരൻ മാത്രം പൂരി പറഞ്ഞു. അവിടെ പൂരിയും വടയും നല്ല കോമ്പിനേഷനാണ്. കഴിച്ചത് എന്നിട്ട് പറഞ്ഞു. നമ്മളങ്ങനെ ബത്തേരിയിൽ നിന്ന് ഫുഡൊക്കെ അടിച്ചത് ടുവേർഡ്സ് ഗൂഡല്ലൂർ പോകുന്ന വഴി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ സ്ഥലം ഏതായിരുന്നു? പഴൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഇവിടെ നിർത്തിയത് എന്താണെന്നല്ലേ, ഒരു സ്പെഷ്യൽ ആളെ ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. മീറ്റ് ഗായു ഞാനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ MGയിൽ ഞാൻ പഠിച്ച കോഴ്സിൽ 2 കൊല്ലം മുന്നേ പഠിച്ചുള്ളത്. അത് രണ്ട് ബാച്ച് മുന്നേ പഠിച്ചാണ് കഴിയും. എനിക്ക് വേറെ പരിചയമൊന്നുമില്ല.
അപ്പോൾ ഞാൻ വിപ്രോയിൽ അപ്ലൈ ചെയ്തപ്പോൾ ലൈക്ക് എന്നെ റെഫർ ചെയ്തത് ഗായുവാണ്. അതും നേരിട്ട് പരിചയം കൊണ്ടൊന്നല്ല, MGയിൽ ഞങ്ങളുടെ എബിൻ സാറും ബാക്കി ഫാക്കൽറ്റി അവരൊക്കെ കൂടി റെക്കമെൻഡ് ചെയ്ത് അങ്ങനെ ഉള്ളൊരു കണക്ഷനാണ്. അപ്പോൾ ഒരു എന്നെ വിളിച്ചിട്ട് എനിക്കാണ് കേട്ടോ CV കിട്ടിയത്, ഞാൻ റെക്കമെൻഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ മെസ്സേജ് അയച്ചിട്ട് അങ്ങനെയുള്ള പരിചയമാണ്. പക്ഷേ എനിക്ക് വിപ്രോയിൽ കിട്ടിയില്ല, അവർ വിളിച്ചില്ല. ബട്ട് ഞങ്ങൾ നല്ല കമ്പനിയായി. വയനാടുകാരിയാണ്, ഒരു വലിയ റീൽ സെലിബ്രിറ്റിയൊക്കെയാണ്. അപ്പോൾ ഭാവിയിൽ ഇനി വയനാട്ടിൽ നിന്നുള്ള വ്ളോഗുകളൊക്കെ വരുമ്പോൾ ഗായി ഉണ്ടാവുള്ളൂ ഇല്ലേ, വരുമല്ലേ? നമ്മൾ പോകുന്ന വഴിക്കൊക്കെ അപ്പോൾ അത് ഇങ്ങനെ ഈ ഒരു വയലറ്റ് കളർ പൂ ഇങ്ങനെ പൂത്ത് കിടക്കുന്നത് കാണാനുണ്ട്. നല്ല ഭംഗിയാട്ടോ ഇങ്ങനെ റോട്ടിൽ 2 സൈഡിലായിട്ട് ഇത്തരത്തിലിങ്ങനെ മരങ്ങൾ ഫുള്ള് പൂത്തിളങ്ങി നിൽക്കാൻ. അതിൽ പൂവ് കൊഴിഞ്ഞ പൂവൊക്കെ നമുക്കിങ്ങനെ റോട്ടിൽ നിലത്ത് കൊണ്ട് കിടക്കുന്നത് കാണാം. എന്ത് രസമാണ് നോക്കി. അപ്പോൾ ഈ റൂട്ട് വരാൻ താല്പര്യമുള്ളവരൊക്കെ എത്രയും വേഗം വന്നോട്ടോ. ഈ റൂട്ട് മൊത്തം കണ്ടോ ഇങ്ങനെ പൂവ് വീണ് കണ്ടോ. വഴിയിലുള്ള ഈ ഒരു മരണ്ട്, ഈ മരത്തിൻ്റെ പേര് എനിക്ക് എന്താ അറിയില്ല, അതിങ്ങനെ പൂവിട്ട് നിൽക്കുന്നുണ്ട്. ഫുള്ള് ഈ ഒരു വയലറ്റ് കളർ പൂക്കളായിട്ട് ഈ പോകുന്ന വഴി മൊത്തം ഇങ്ങനെ ഈ പൂവ് നടക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം ഫോട്ടോഗ്രാഫി താല്പര്യമുള്ളവർക്കോ റീലെടുക്കാനൊക്കെ താല്പര്യമുള്ളവർക്ക് ഈ റൂട്ട് പെട്ടെന്ന് തന്നെ വന്നിട്ടുണ്ടെങ്കിൽ ഇത് മിസ്സാക്കാതെ കിട്ടും. ആൻഡ് ഓൾസോ ആനയോ കാട്ടുപോത്തൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ വൈൽഡ് ലൈഫ് താല്പര്യമുള്ളവരും കൂടി ഒന്ന് പരിഗണിച്ചേക്ക് ഈ വീഡിയോ. അപ്പോൾ ഏതായാലും നമുക്ക് വിശദമായിട്ടുള്ള വീഡിയോ ചെയ്യണം. അപ്പോൾ നമ്മളിത് വന്ന് ദേവർഷോല എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ദേവർഷോല ടൗണും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അതൊരു കൊച്ചു ഗ്രാമം പോലെയാണ് നമ്മുടെ നീലഗിരി ഡിസ്ട്രിക്റ്റിൽ. അപ്പോൾ ഈ റൂട്ട് വരുന്നവർക്ക് ആക്ച്വലി ഗൂഡല്ലൂർ അടുത്താണ് ദേവർഷോലയിൽ നിന്ന്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഡല്ലൂർ വഴി അങ്ങനെ ഊട്ടി കയറാം. അധികം ദൂരമൊന്നുമില്ല, ലൈക്ക് 60 or 70 കിലോമീറ്റർ എന്തോ ഉള്ളൂ ഇവിടുന്ന്. അപ്പോൾ നമുക്ക് സമയപരിമിതി മൂലം നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഊട്ടിക്ക് പോകുന്നില്ല. പകരം നമ്മൾ ദേവർഷോലയിൽ നിന്ന് ദേവല എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അങ്ങോട്ട് ഈ ഒരു തേയിലത്തോട്ടത്തിൻ്റെ ഇടയ്ക്കുള്ള ഒരു വഴിയൊക്കെ എക്സ്പ്ലോർ ചെയ്ത് പോകാനാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ നമ്മളേതായാലും ഈ ദേവർഷോലയിൽ മറ്റൊരു അട്രാക്ഷൻ, ടൂറിസ്റ്റ് അട്രാക്ഷൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഓഫ് ബീച്ച് സ്ഥലമാണ്. അധികം ആൾക്കാരൊന്നും ഇങ്ങോട്ട് വന്നിട്ടില്ല, അങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലോ ഈ ഒരു വീഡിയോയിൽ അതിൻ്റെ ഒപ്പം ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലെങ്ത് കൂടി പോകുന്നുള്ളതുകൊണ്ട് ഞാനതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇറക്കാം. സോ അത് നിങ്ങൾ ഈ ഒരു വീഡിയോ ഇറങ്ങിക്കഴിഞ്ഞ് നെക്സ്റ്റ് വീക്ക് ഓർ സംതിങ് ആ ഒരു വീഡിയോ ഇറങ്ങുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ വിശേഷങ്ങളൊക്കെ അതിൽ കണ്ടാൽ മതി. അപ്പോൾ നമ്മൾ ആ ഒരു കോട്ടായിമറ്റം വ്യൂ പോയിൻ്റൊക്കെ കയറി വന്നു. വെയിലാണ്, അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു യാത്ര കണ്ടിന്യൂ ചെയ്യാൻ സമയമായി. അപ്പോൾ നമ്മളിനി അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവർഷോലയിൽ പോയി തണുത്ത എന്തെങ്കിലുമൊക്കെ കുടിക്കുക, വല്ല സർബത്തോ ജ്യൂസോ എന്തെങ്കിലും കുടിച്ചൊന്ന് ഹൈഡ്രേറ്റഡ് ആയിട്ട് നമ്മൾ നേരെ ദേവല ഹട്ടി ആ ഒരു ഭാഗത്തേക്ക് ഉള്ളിൽ കൂടെ ഒരു കുഞ്ഞു വഴിയുണ്ട്. ലൈക്ക് നമ്മൾ ഗൂഡല്ലൂർ ടച്ച് ചെയ്യാതെ പോകുന്നത്. ഞാൻ പറയട്ടെ, ആക്ച്വലി നിങ്ങൾക്ക് ദേവല വരണമെങ്കിൽ നിങ്ങൾക്ക് വയനാട് നിന്ന് മേപ്പാടി വഴി ദേവല വരാം. ഇനി അതല്ല സുൽത്താൻ ബത്തേരി വഴിയാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾ ഈ ഒരു ദേവർഷോല വഴിയാണ് ഗൂഡല്ലൂർ എത്തുക. സോ 2 പാരലൽ റോഡ്സ് എന്ന് കരുതിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ദേവർഷോലയിൽ നിന്ന് ശരിക്കും ഗൂഡല്ലൂർ പോവാം. ഗൂഡല്ലൂരിൽ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ മുതുമലൈ ബന്ദിപ്പുറ സൈഡിലേക്ക് അങ്ങനെയൊക്കെ പോവാം, മസിനഗുഡി അങ്ങോട്ടൊക്കെ. അല്ലെങ്കിൽ ഡയറക്റ്റ് ഊട്ടി കയറാം. അല്ലെങ്കിൽ ഗൂഡല്ലൂരിൽ നിന്ന് നിങ്ങൾക്ക് താഴത്തോട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് നാടുകാണിച്ചോടെ ഇറങ്ങി നിലമ്പൂർക്ക് ഇറങ്ങാം. ഈ നാടുകാണിയിൽ നിന്ന് റൈറ്റ് എടുത്താലാണ് നമ്മൾ പോകുന്ന ഈ ഒരു ദേവാലയൊക്കെ ഉള്ളത്, ആ ഒരു റൂട്ട്. നാടുകാണിയിൽ നിന്ന് മേപ്പാടി ആ ഒരു ഭാഗത്തേക്കുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ദേവർഷോലയിൽ നിന്ന് ഗൂഡല്ലൂർ വഴി നാടുകാണി പോയി അങ്ങനെ ആ കറങ്ങി പോവാതെ ഇവിടുന്ന് ഒരു ഉള്ളിക്കോടൊരു വഴിയുണ്ട്. അധികം തിരക്കൊന്നും ഇല്ലാത്തൊരു വഴിയാണ്. ഇന്ന് ടോട്ടലി തിരക്ക് കുറവാണ്. റൂട്ടിലെ തിരക്കൊക്കെ നിങ്ങൾ കണ്ടല്ലേ, ഈ റൂട്ടിലെ തിരക്ക് നിങ്ങൾ കണ്ടല്ലേ. അപ്പോൾ ആ ഒരു റൂട്ട് പിടിച്ച് പോകുന്ന വഴിക്ക് ചെറിയൊരു വ്യൂ പോയിന്റും കൂടി ഉണ്ട്. അതിൻ്റെ അവസ്ഥ നോക്കട്ടെ, വെയിലുണ്ടോ, ഫ്രൈ ആവുമോ എന്നൊക്കെ നോക്കട്ടെ. അപ്പോൾ അങ്ങനെ കയറി നമ്മൾ നാടുകാണി ചോരം ഇറങ്ങി നിലമ്പൂർ വഴി കോഴിക്കോടേക്ക് പോകാനാണ് പ്ലാൻ. നമുക്ക് ഏതായാലും ഈ ഒരു യാത്ര കണ്ടിന്യൂ ചെയ്യാം. ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയെ കണ്ടാലോ. അപ്പം നമ്മുടെ ഇന്നത്തെ ലഞ്ചാണ് കേട്ടോ ഇത്. കണ്ടില്ലേ, 10 രൂപയ്ക്ക് 4 വട. നോക്കി, കുഞ്ഞ് വട, കുഞ്ഞ് പരിപ്പ് വട, അടിപൊളി. ഒരുത്തിനോട് ഉച്ചയ്ക്ക് ചായ കുടിക്കുന്നുണ്ട്. അപ്പോഴേക്കും തിന്നു തുടങ്ങിയില്ലേ. അപ്പോൾ ഈ ഒരു കടയിൽ നിന്ന് നമ്മൾ ചായ കുടിച്ച്, ചായ ഞാൻ കുടിച്ചില്ല, ഞാൻ മറ്റേ സോഫ്റ്റ് ഡ്രിങ്ക്സും കടിയൊക്കെ കഴിച്ച്. കൂട്ടുകാരൻ പറഞ്ഞ നല്ല ചായ ആയിരുന്നു അല്ലേ, കടി നൈസ് ആയതല്ല. അത് ഞാൻ കഴിച്ചതുകൊണ്ട് എനിക്ക് ഔദ്യോഗികമായി അല്ല ഔപചാരികമായി എന്താ എനിക്ക് ധൈര്യമായിട്ട് പറയാലോ. അപ്പോൾ നമ്മൾ ദേവർഷോലയിൽ നിന്ന് ഏതാനും കിലോമീറ്റർ തിരിച്ച് സുൽത്താൻ ബത്തേരി പോകുന്ന വഴി വന്നു.
അപ്പോൾ അതാണ് ബത്തേരിക്ക് പോകുന്ന വഴി. നമ്മൾ പുറകിൽ നിന്നാണ് വന്നത് ദേവർഷോലയിൽ നിന്ന്. അപ്പം നമുക്കിത് ഇവിടെ നെല്ലക്കോട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ഡീവിയേഷൻ കാണാം. റൈറ്റിക്ക് പോയ സുൽത്താൻ ബത്തേരി, ലെഫ്റ്റ് പോയ ദേവല. ഈ ഒരു വഴിയാണ് നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത്. കണ്ടോ, ദേവല 17 കിലോമീറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട്. നമ്മളപ്പോൾ ആ ഒരു നെല്ലക്കോട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ജസ്റ്റ് ഒരു 1 കിലോമീറ്റർ ഓർ 2 കിലോമീറ്റേഴ്സ് ഉള്ളിലേക്ക് വന്നപ്പോഴത്തേക്കും ആ റോഡൊക്കെ മാറി നോക്കത്തെ ആ ദൂരത്തോളം അങ്ങനെ പരന്ന് കിടക്കുന്നത് നല്ല വൃത്തിക്ക് വെട്ടി ഒതുക്കിയ തേയിലത്തോട്ടം. എന്ത് രസം നോക്കി ആ ഒരു പാറ്റേണൊക്കെ ഉണ്ടോ, അടിപൊളി. എന്ത് വ്യൂ ആണ്, അടിപൊളി. എനിക്കിപ്പോൾ ആക്ച്വലി ഓർമ്മ വരുന്നത് നമ്മളൊരു മൂന്നാർ യാത്രയിൽ ലക്ഷ്മി എസ്റ്റേറ്റൊക്കെ വഴി പോയില്ലേ, അവിടെ ഒരു പോയിന്റ് എത്തുമ്പോൾ നമുക്ക് ഇങ്ങനെ ഫുൾ നാലുപാഴും ടീ എസ്റ്റേറ്റ് അങ്ങനത്തെ ഒരു വ്യൂവിലേക്കൊക്കെ എത്തില്ലേ, ചെറിയൊരു ആ ഒരു വൈബൊക്കെ കിട്ടും. ഇത് വളരെ നാരോ റോഡാണ് കേട്ടോ ഈ ഒരു നെല്ലക്കോട്ടയിൽ നിന്ന് ദേവല പോകുന്ന റൂട്ട്. സോ സൂക്ഷിച്ച് കണ്ടൊക്കെ വണ്ടി ഓടിക്കുക, സേഫ് ഡ്രൈവിങ് അല്ലെങ്കിൽ സേഫ് റൈഡിങ്. പിന്നെ നമ്മൾ വട കഴിച്ച കടയിലെ ചേച്ചി പറഞ്ഞു ആനയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങുന്ന റൂട്ടാണ്, എസ്പെഷ്യലി രാത്രി. അപ്പോൾ രാത്രിക്ക് ഈ വഴി പോകുന്നവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. നട്ടുച്ച നേരമാണ്, ആന ഇറങ്ങില്ല അല്ല, എന്നാലും സാധ്യതകൾ കുറവാകും എന്നാണ് ആ ചേച്ചി പറഞ്ഞത്. ബാക്കിയുണ്ടെങ്കിൽ ആനേനെ വഴിയിൽ കാണാം. എന്തായാലും ഐ മീൻ ലവ് വിത്ത് ദിസ് വ്യൂ. എന്ത് രസം നോക്കി. വെയിൽ മാത്രമേ ഒരു പ്രശ്നമുള്ളൂ, ബാക്കിയല്ല അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് നെല്ലക്കോട്ടയിൽ നിന്ന് ദേവലയ്ക്കുള്ള ഈ ഒരു റൂട്ട് ചുമ്മാ ഒന്ന് റൈഡ് ചെയ്ത് നോക്കൂ. ഇതുവരെ വന്നിട്ടില്ലെങ്കിൽ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആവും. ഏർലി മോർണിംഗോ ഈവനിങ്ങോ അല്ലെങ്കിൽ മഞ്ഞുള്ള സമയത്തൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയാവും. ആക്ച്വലി മഴയത്തും ഈ റൂട്ട് അടിപൊളിയാണ്. എന്നോട് 1-2 പേര് പറഞ്ഞായിരുന്നു ഈ വഴി പോയവർ. അപ്പോൾ പറ്റുമെങ്കിൽ ആ ഒരു അങ്ങനത്തെ ഒരു സീസണിലൊക്കെ നിങ്ങളൊന്ന് വന്ന് നോക്കുക, അടിപൊളിയാണ്. പിന്നെ റോഡും അതെ കേട്ടോ, ഇത്രയും കുറച്ചുകൂടെ വന്നിട്ടുള്ളൂ. ഇതുവരെ പൊട്ടിപ്പൊളിഞ്ഞ റോഡൊന്നും കണ്ടില്ല. നമുക്ക് പോയി നോക്കാം, റോഡിൻ്റെ അവസ്ഥ എന്താണെന്നും കൂടി ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിത് ചേരമ്പാടി എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ആ ഒരു റൂട്ടിലാണ്. കൂട്ടുകാരാ, ഇന്നത്തെ ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ? ട്രിപ്പ് ഞാൻ വെച്ച് കയ്യിൽ നിന്ന് പോയതാ ഓർത്തത്, പക്ഷെ അങ്ങനെയല്ല. അവസാന നിമിഷത്തിലെ ട്വിസ്റ്റ് വെച്ച് നമ്മൾ ചില പടങ്ങൾ ഇഷ്ടപ്പെടുത്തില്ല, അതുപോലെ ആ കേവ് വന്നപ്പോൾ ആ ലെവലങ്ങ് മാറി, വേറെ മൂടായി. അപ്പോൾ കേവിൻ്റെ വീഡിയോ ഉടനെ തന്നെ വരും, അത് കാണണം എന്ന് പറ. കേവിൻ്റെ വീഡിയോ ഇവൻ്റെ ചാനലിൽ ഉടനെ തന്നെ വരും, എല്ലാവരും മറക്കാതെ കാണുക. അപ്പോൾ നിങ്ങളോട് എനിക്ക് കുറേ കഥ പറയാനുണ്ട്. ആക്ച്വലി നമ്മൾ ആ ഒരു ദേവർഷോലയിൽ നിന്ന് കയറി ദേവല വഴിക്ക് വന്നല്ലോ. ആ വഴി അടിപൊളി കേട്ടോ, നിങ്ങൾ വല്ലപ്പോഴും ആ ഒരു വഴി വരണം. റൈഡേഴ്സിനൊക്കെ ലൈക്ക് സ്വർഗ്ഗമാണ്. റോഡിൻ്റെ കാര്യം പറയാതിരിക്കാനും വയ്യ, നല്ല അടിപൊളി റോഡ്. പൊട്ടിപ്പൊളിഞ്ഞ റോഡൊന്നല്ല, വെൽ ടാർ ചെയ്ത അടിപൊളി റോഡ്. ആ വഴിൻ്റെ ഒന്ന് പോക്കട്ടെ. അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ദേവല വന്നെത്തി. അപ്പം ഞങ്ങളുടെ പ്ലാൻ എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേവല വന്ന് കയറിയിട്ട് അവിടെ നിന്ന് നേരെ നമ്മുടെ നാടുകാണിച്ചോരയല്ലേ, ആ ഒരു നാടുകാണിച്ചോരം കയറി അങ്ങനെ നിലമ്പൂർ വഴി വീട് പിടിക്കാനായിരുന്നു പ്ലാൻ. അപ്പം അതിൻ്റെ ഇടയിൽ ഊസിമല അങ്ങനെ പറഞ്ഞൊരു മലയിൽ കയറാനും പ്ലാൻ ഉണ്ടായിരുന്നു. ഊസിമല ഈസ് ലിറ്ററലി മീനിങ് സൂചിമല, അതായത് നീഡിൽ റോക്ക്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്നുണ്ടെങ്കിൽ സൂചി പോലെ കൂർത്തൊരു മലയാണത്. അപ്പോൾ അവിടെ കയറാനൊക്കെ ആയിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത്. പക്ഷെ എന്ത് പറ്റിയെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പെർമിഷൻ വേണമെന്ന് അവിടെ ഉള്ളവർ പറഞ്ഞു. അപ്പോൾ പിന്നെ ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്തു. പിന്നെ കുറേ നടന്ന് കയറാനുണ്ട്. അടിപൊളി സ്പോട്ടൊക്കെയാണ്, ഗൂഗിൾ മാപ്പിലൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. നീഡിൽ റോക്ക് എന്ന് പറഞ്ഞിട്ട്, ഊസിപ്പാറയോ ഊസിമലയോ സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പോൾ നമ്മൾ ആ ഒരു പ്ലാൻ ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ ലിറ്ററലി നമ്മൾ നാഗ ഒരു മൊട്ടക്കുന്ന് മാത്രമാണ് പോയത്. അതിൻ്റെ വീഡിയോ കാണാത്തവരുടെ കണ്ടോക്കി, ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഈ വീഡിയോ ഇറങ്ങിയതിന് ശേഷം ഞാനത് ഇടും. അപ്പോൾ ഭയങ്കര നിരാശരായിട്ട് നമ്മളിങ്ങനെ ആ ഒരു ദേവർഷോലയിൽ നിന്ന് ദേവല റൂട്ടിൽ ഇങ്ങനെ വന്നിട്ട് പെട്രോൾ പമ്പ് തപ്പിപ്പോയി. അപ്പോൾ നമ്മൾ എന്ത് ചോദിച്ചാൽ ദേവല വന്ന് കയറിയിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് തിരിഞ്ഞാലാണ് എങ്ങോട്ട് പോവുക, നമ്മുടെ ഈ നാടുകാണിയൊക്കെ പോവാം. റൈറ്റ് തിരിഞ്ഞാൽ തിരിച്ച് നമ്മുടെ ഈ സുൽത്താൻ ബത്തേരിക്കും ഒക്കെ വരുന്ന ഒരു വഴിയാണ്, നമ്മുടെ മേപ്പാടിക്കൊക്കെ കയറുന്ന അല്ലെങ്കിൽ ബത്തേരിക്കൊക്കെ കയറുന്ന ആ റൂട്ടാണ്. ലെഫ്റ്റ് എടുക്കുന്നതിന് പകരം ഞങ്ങൾ അറിയാതെ റൈറ്റ് എടുത്ത് അതാ വഴി എന്ന് വിചാരിച്ച്. മാപ്പൊന്നും ഇട്ടുണ്ടായിരുന്നില്ല. സോ വി തോട്ട് ഓക്കെ ദിസ് ഈസ് ദ വഴി എന്നുള്ള എന്തോ ഒരു ഗട്ട് ഫീലിങ്ങിൽ അങ്ങനെ എടുത്ത്. പിന്നെ കുറേ ദൂരം വന്നു കഴിഞ്ഞ് ചുമ്മാ മാപ്പ് നോക്കിയപ്പോഴാണ് നമ്മൾ പോകേണ്ടതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പോകണമെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് ഈ ഒരു സൈഡിലുള്ള ഏതെങ്കിലും ഒരു സ്പോട്ട് കവർ ചെയ്യാൻ പ്ലാൻ ചെയ്ത്. അങ്ങനെ ഗൂഗിൾ മാപ്പൊക്കെ തപ്പിയപ്പോൾ നമ്മളൊരു പഴശ്ശീസ് കേവ്, പഴശ്ശിരാജയുടെ ഗുഹ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം കണ്ട്. റിവ്യൂ ഒക്കെ നോക്കി, അധികം റിവ്യൂകളൊന്നുമില്ല, അതൊരു എസ്റ്റേറ്റിൻ്റെ നടുക്കാണ്. അപ്പം നമ്മളെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് അവിടുത്തെ മാനേജറിനെ വിളിച്ചു ചോദിച്ചു. അപ്പോൾ ഹി വാസ് എ വെരി വെൽക്കമിങ് മാൻ, പ്രഭാകർ സാർ.
മൂപ്പര് നമ്മളോട് വന്നോളാൻ പറഞ്ഞ് വന്നിട്ട് ഫ്രീ ആണ്, ടിക്കറ്റ് ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ആ ഒരു സ്ഥലം കാണാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ആ ഒരു സ്ഥലം കണ്ടിട്ടാണ് ഇപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അത് ഞാൻ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്. നമ്മുടെ ഈ പഴശ്ശിരാജയുടെ ആ ഒരു ഗുഹ, ഗറില്ല യുദ്ധത്തിന് ഉപയോഗിച്ച ഗുഹയാണത്. അപ്പോൾ അത് നമുക്കൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ അത് വീഡിയോ കാണാൻ മറക്കരുത്. ഹിസ്റ്റോറിക്കലി ഭയങ്കര സിഗ്നിഫിക്കൻ്റ് ആയ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറേ കാര്യങ്ങളൊക്കെ വരുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ അതേതായാലും ഈ വീഡിയോയുടെ ലെങ്ത്ത് കൂടണമെന്ന് വെച്ചതിൽ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ വേറെ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ആ ഒരു ഗുഹയിൽ നിന്നൊക്കെ ഇറങ്ങി, ചേരമ്പാടിയാണ് ആ ഗുഹ ഉള്ളത് കേട്ടോ. അപ്പോൾ ചേരമ്പാടിയിൽ നിന്ന് ആ ഒരു ഗുഹയൊക്കെ കണ്ടിറങ്ങി ഒരു ചായ കുടിച്ച് ഇങ്ങനെ പീസ്ഫുള്ളായിട്ട് റോഡ് സൈഡിൽ ഇരിക്കുകയാണ്, സൺസെറ്റും എൻജോയ് ചെയ്തുകൊണ്ട്. സോ ഈ ഒരു വീഡിയോ ഞാനിവിടെ വെച്ച് അവസാനിപ്പിച്ചോട്ടെ. അപ്പോൾ ഒന്നുമില്ല, നമ്മളൊരു സർക്യൂട്ട് പോലെ കോഴിക്കോട് നിന്ന് വന്ന് താമരശ്ശേരി ചുരം കയറി നമ്മൾ സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ സുൽത്താൻ ബത്തേരി വഴി നമ്മളെങ്ങോട്ട് പോയി, ദേവർഷോല പോയി. ദേവർഷോലയിൽ നമ്മൾ ഗൂഡല്ലൂർ പോകണമെങ്കിൽ നിങ്ങൾക്ക് പോവാം. അവിടുന്ന് ഊട്ടിക്കോ മുതുമലയ്ക്കോ ബന്ദിപ്പൂർക്കോ എങ്ങനെ വേണമെങ്കിലും പോവാം. നമുക്കിപ്പോൾ സമയത്തിൻ്റെ കൺസ്ട്രെയിൻസ് കാരണം നമ്മൾ ദേവർഷോലയിൽ നിന്ന് ദേവലേക്കൊരു വഴിയുണ്ട്. ഭയങ്കര നാരോ വഴിയാണ്, പക്ഷേ നല്ല റൈഡ് ചെയ്യാൻ നല്ല രസമുള്ള വഴിയാണ്. ഭയങ്കര വൈൽഡ് ലൈഫ് സൈറ്റിങ്സ് കിട്ടാൻ സാധ്യതയുള്ളതാണ്. നമ്മൾ വരുമ്പോഴൊക്കെ ആനപ്പിണ്ടൊക്കെ ഉണ്ട്. ആനയെ കണ്ടില്ല, ഉച്ച നേരമൊക്കെ അല്ലേ. സോ മോസ്റ്റ് പ്രോബ്ലി കാടിൻ്റെ ഉള്ളിൽ തണലത്തൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഡു ചെക്ക് ഔട്ട് ദാറ്റ് റൂട്ട് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ സച്ച് വൈൽഡ് ലൈഫ് ആൻഡ് റൈഡിങ് ആൻഡ് ഡ്രൈവിംഗ് സ്റ്റഫ്. അടിപൊളി റൂട്ടാണ്, ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ദേവല വന്നിട്ട് നമ്മുടെ പ്ലാൻ നിലമ്പൂർ, നാടുകാണി ഇറങ്ങി നിലമ്പൂർ വഴി പോകാനായിരുന്നു. അത് നൈസായിട്ടൊന്ന് പാളിപ്പോയി. പക്ഷേ നമ്മൾ അതിന് പകരം എന്ത് ചെയ്തു, ഈ മേപ്പാടിക്ക് വരുന്ന റൂട്ട് കയറി ഇവിടെ ഈ പഴശ്ശീസ് കേവൊക്കെ കണ്ട് ഫുൾ സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു റൂട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാം. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഹാൻഡിൽസിനൊക്കെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. സോ ദാറ്റ്സ് ഓൾ. അപ്പോൾ അത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിഞ്ഞാലേ എനിക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടെങ്കിലല്ല ചാനലിന് ഗ്രോത്ത് ഉണ്ടാവും. സോ ഹെൽപ്പ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. പിള്ളേരൊക്കെ അവിടെ ഉണ്ട്, എല്ലാവരും ടയർഡായി ഇൻ എ സെൻസ്. വണ്ടിയൊക്കെ ഓടിച്ച് വെയിലൊക്കെ കൊണ്ട് സീനായിട്ടിരിക്കുകയാണ്. പക്ഷേ പിള്ളേർ ഫുൾ ഓൺ ഫുൾ പവർ ആണെന്നാലും ഇനി നമ്മൾ നേരെ തിരിച്ച് കോഴിക്കോട്ടേക്ക് വിടാണ്. ഫുഡ് അടിക്കണം മോണിൽ. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പ്ലാൻ. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. അപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞിട്ടാണ് മറ്റേ 2 വീഡിയോസ് കേട്ടോ. ആ ഒരു മുട്ടക്കുന്ന് കാണാൻ പോയതിൻ്റെ, പഴശ്ശീസ് കേവ് കാണാൻ പോയതിൻ്റെയൊക്കെ. അപ്പോൾ വെയിറ്റ് ഫോർ ദാറ്റ്. അപ്പോൾ ഞാൻ അക്ഷയ്, കൂട്ടുകാരൻ ആൻഡ് കീർത്തു ബേബ് ആൻഡ് ശ്രീമോൾ സൈനിങ് ഓഫ്.